പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ രണ്ടാം പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത്. അതിനനുഭവിച്ച എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബിൻസി ആൻ്റണി. ഞാൻ കർണാടകയിലെ കൂർഗ് ഡിസ്ട്രിക്ട് അമ്മത്തി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഖത്തറിൽ 14 ഇയേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഫാമിലിയായിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിലാണ്. അതെൻ്റെ ഹസ്ബൻഡിന് ഒരു കോർട്ട് റിലേറ്റഡ് കേസ് വന്നതിന് ശേഷമാണ്. അതിന് സാക്ഷ്യം ഞാനിവിടെ വന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ജൂലൈയിലാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിലെൻ്റെ ഫസ്റ്റ് നിയോഗം എന്ന് പറയുന്നത് OIT ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് OIT എഴുതിയത് ഏപ്രിലായിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു. അന്ന് എനിക്ക് കൃപാസനത്തെക്കുറിച്ചോ ഉടമ്പടിയെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ OIT പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ചാണ് OIT എഴുതാൻ വേണ്ടി പോയത്. അന്ന് എൻ്റെ മെറിറ്റിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, എനിക്ക് എന്തായാലും കിട്ടും. ഈവൻ എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ബിൻസി നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും, സോ നിനക്ക് എന്തായാലും കിട്ടുമെന്ന്. ഞാനൊരു ആത്മവിശ്വാസത്തോടെ കൂടെ എഴുതി. ബട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്കത് ഭയങ്കര വിഷമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മെറിറ്റ് കൊണ്ടൊന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതിന് മാതാവിൻ്റെ ഗ്രേസ് തന്നെ വേണമെന്ന്. അതിനുശേഷമാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും കൂടുതലായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ജൂലൈയിൽ തീർത്ഥാടന ഉടമ്പടി എടുത്തത്. ഉടമ്പടി ഫസ്റ്റ് നിയോഗം എൻ്റെ OIT ആയിരുന്നു. അതിനുശേഷം ഞാൻ സെപ്റ്റംബറിൽ OIT എക്സാമിന് ഡേറ്റ് എടുത്തു. അതിനു മുമ്പ് ഞാൻ എല്ലാ ഉടമ്പടി കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു പോന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു, ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. ഈവൻ ഡ്യൂട്ടി സമയത്ത് പോലും ഞാൻ എന്നിട്ട് ആർക്കും അത് സ്യൂട്ടാവണമെന്ന് അവർക്കെല്ലാം ഞാനത് അയച്ചു കൊടുക്കുമായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ ഒരു ദിവസം പോലും എല്ലാ ട്യൂസ്ഡേയും മിസ്സാവാണ്ട് കാണുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എൻ്റെ അടുത്ത് എന്നെ കളിയാക്കുമായിരുന്നു, ബിൻസി നീ എപ്പോഴും സ്വർഗ്ഗത്തിൽ പോകും, നീ എപ്പോഴും ഇത് തന്നെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനുശേഷം ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ വന്ന് OIT എക്സാം എഴുതാൻ വേണ്ടി, ഞാൻ ഫസ്റ്റ് എക്സാം എഴുതിയത് ദുബായിലാണ്. അപ്പോൾ എനിക്കിവിടെ വന്ന് അച്ഛനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകുന്നതിന് മുമ്പ്. ഞാൻ അതുകൊണ്ട് ഇവിടെ തന്നെ സെൻറ്റർ എടുത്തു കാലടിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ച് അച്ഛനൊരു ഉടമ്പടി കാശ് രൂപം തന്നു. അതുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് പത്രവും കാശ് രൂപവും അമ്മയുടെ ഉടമ്പടി ഉപ്പും തൈലവും ഒക്കെ മേടിച്ചിട്ടാണ്, തേനൊക്കെ മേടിച്ചിട്ടാണ് പോയത്. നേരെ ഞാൻ പോയത് അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ്. അവിടെ പോയി ഞാൻ എല്ലാ പേഷ്യൻസിനെ കണ്ട് അവരോട് മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഉടമ്പടി പത്രം കൊടുത്തു. അവർക്ക് ഉപ്പും തേനൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ എക്സാം സെൻറ്ററിൽ പോയത്. ഞാൻ പോകുന്നതിന് മുമ്പ് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്, അമ്മേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആരെ അറിയത്തില്ല, എനിക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മേനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെ എനിക്ക് കൂട്ടായിട്ട് തരണേ എന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് അങ്ങനെ തന്നെ ഒരാളെ കൂട്ട് കിട്ടി. ഞാൻ ആ ഫ്രണ്ടിനെ പരിചയപ്പെട്ടു. അവൾ 3rd ടൈമായിരുന്നു OIT എഴുതിയത്, OIT എഴുതാൻ വന്നത്. ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചും അമ്മേനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അടുത്തൊരു കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഈ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് എക്സാം എഴുത്, നിനക്ക് എന്തായാലും കിട്ടും. അതിനുശേഷം നീ പോയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കൊന്തയിലിട്ടിട്ടാണ് എക്സാം ഹാളിൽ കയറിയത്. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എക്സാം ഹാളിൽ കാശ് രൂപം അനുവദിക്കില്ല എന്ന്. പക്ഷെ ഞാൻ സംഭവം അത് ഉള്ളിൽ കൊണ്ടുപോയി. ഞാൻ ഉള്ളിലെത്തി കൊന്തയിൽ നിന്ന് എൻ്റെ കാശ് രൂപം ഒരു കയ്യിൽ പിടിച്ചു. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ലിസണിങ് ആയിരുന്നു. ലിസണിങ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കെല്ലാം ഈസി ആയിരിക്കുമെന്ന്. നെക്സ്റ്റ് റീഡിങ് ആയിരുന്നു. റീഡിങ്ങിൽ ഫസ്റ്റ് A പാർട്ട് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് 15 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ദുബായിൽ എഴുതിയപ്പം അവർ ഓരോ 5 മിനിറ്റ്സ് കഴിയുമ്പോഴും നമുക്ക് റിമൈൻഡർ തരും. അപ്പം ഞാൻ ഒരു വിശ്വാസത്തിൽ അവരെനിക്കിപ്പോൾ റിമൈൻഡർ തരുമെന്ന് വിശ്വസിച്ച് മെല്ലെ ചെയ്തുകൊണ്ടിരുന്നു. ബട്ട് അവരെനിക്ക് സഡനായിട്ട് പറഞ്ഞു യു ഹാവ് 5 മിനിറ്റ്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 8 ക്വസ്റ്റ്യൻസ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബാക്കി 12 ക്വസ്റ്റ്യൻസ് റിമൈനിങ് ആണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ആ ഒരു വെപ്രാളത്തിൽ ഞാൻ കാശ് രൂപ എടുത്ത് മാതാവിൻ്റെ അടുത്ത്, മാതാവേ നീ എൻ്റെ കൂടെ വരണേ, എനിക്കൊന്നും കാണുന്നില്ല, കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എങ്ങനെയോ ഒരു 18 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു, 2 എണ്ണം വിട്ട് കഴിഞ്ഞു. അങ്ങനെ റീഡിങ് കഴിഞ്ഞു. പിന്നെ റൈറ്റിംഗ് കുഴപ്പമില്ലാണ്ട് പോയി. സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ OIT എക്സാമിന് കുറച്ച് ടഫായിട്ട് തോന്നിയത്. അതിനായിരുന്നു എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിന് പോകുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, അമ്മയെപ്പോലെ എനിക്കൊരാളെ ഇൻ്റർലോക്യൂട്ടറായിട്ട് കിട്ടണം,
എനിക്ക് അല്ലെങ്കിൽ സ്പീക്കിംഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഡോറിന് പുറത്തൊരു ചേച്ചി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോളെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാറ് ഒരു പാവ സാറാണ്, അപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന്. അപ്പോൾ എനിക്ക് പകുതി സമാധാനമായി. പക്ഷേ ഞാൻ ഉള്ളിൽ കയറി സ്പീക്കിംഗ് തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ മാതാവിൻ്റെ കാഴ്ചപ്പം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്പീക്കിങ്ങിലല്ല. ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അമ്മേ എനിക്ക് എൻ്റെ ഷിവറിങ് എങ്ങനെയും മാറ്റിത്തരണേ, എന്നാലല്ലേ എനിക്ക് സ്പീക്കിംഗ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ബട്ട് ഞാൻ എങ്ങനെയൊക്കെയോ സ്പീക്കിംഗ് പൂർത്തിയാക്കി ഞാൻ പുറത്ത് വന്നു. എനിക്ക് ഷുവറായിരുന്നു എനിക്ക് എന്തായാലും കിട്ടില്ല. കാരണം ഞാൻ ദുബായിൽ ചെയ്തതിൻ്റെ പകുതി പോലും ഇവിടെ പെർഫോം ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് എക്സാം കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു എന്തോ, ആദ്യത്തെ പ്രാവശ്യം എക്സാം ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കിട്ടുമോ. പക്ഷേ എന്നാലും എനിക്കൊരു കോൺഫിഡൻ്റ് ആയിരുന്നു കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അത് ഫെയിലായപ്പം ഇതെനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ആരോ ഇരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് കിട്ടുമെന്ന്. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ OET പാസ്സായി. അതിന് മാതാവിന് ഒരുപാട് നന്ദി. മാതാവ് ഒറ്റൊരാൾ കാരണം മാത്രമാണ് ഞാനത് പാസ്സായതെന്ന് ഞാൻ ഇപ്പോഴും പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ OETക്ക് ശേഷം ഞാൻ ചൂസ് ചെയ്ത കൺട്രി എന്ന് പറഞ്ഞാൽ അയർലൻഡായിരുന്നു. കാരണം എൻ്റെ ബ്രദർ ആൻഡ് ഫാമിലി അയർലൻഡിലായിരുന്നു. ബട്ട് ആ സമയത്ത് അവർ പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ കുറേ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നു ന്യൂസിലാൻഡ് എന്നൊരു കൺട്രി ആയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ന്യൂസിലാൻഡ് എനിക്ക് പറ്റത്തില്ല എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് പേഷ്യൻ്റ് സൈഡിലല്ല. ഇപ്പം ഖത്തറിലാണെങ്കിൽ പോലും ഞാൻ ഡെലിവറിക്ക് ശേഷം പേഷ്യൻ്റ് സൈഡിൽ നിന്ന് മാറി ഒരു റെഫറൽ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ന്യൂസിലാൻഡ് റിക്വയർമെൻറ്റ്സിൽ പേഷ്യൻ്റ് സൈഡ് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനത് നേരത്തെ ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷെ എന്നാലും പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ന്യൂസിലാൻഡ് എന്ന് വന്നു. പക്ഷെ ഞാൻ ഒരു 3 കൺട്രീസ് ചൂസ് ചെയ്ത് മാതാവിൻ്റെ കാഴ്ചരൂപം വെച്ച് നറുക്കിട്ട് ഞാൻ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ന്യൂസിലാൻഡാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, മാതാവ് എന്നെ കൊണ്ടുപോകുന്നത് ന്യൂസിലാൻഡിലോട്ടായിരിക്കും, സാരമില്ല, ഞാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്യാം, എനിക്ക് മാതാവ് എന്തായാലും വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ ന്യൂസിലാൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. ത്രൂ ഔട്ട് പ്രോസസ്സിൽ എനിക്ക് കുറേ ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് കൗൺസിലിൽ നിന്ന്. അതൊക്കെ ഓരോ ക്വയറീസ് വരുമ്പോഴും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും, സാക്ഷ്യങ്ങൾ കാണും, ഉടമ്പടി ധ്യാനം കേട്ട് പ്രാർത്ഥിക്കും. അപ്പോഴെല്ലാം എൻ്റെ ആ ക്വയറീസ് എല്ലാം സോൾവ് ചെയ്ത് നെക്സ്റ്റ് ഡേ എനിക്ക് പോസിറ്റീവ് റിപ്ലൈ ആണ് വന്നുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് എൻ്റെ കൂടെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട്, അവളൊരു അക്രൈസ്തവ സഹോദരിയായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത്, മുസ്ലിം സഹോദരിയാണ്, അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ബിൻസി പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് എൻ്റെ കാര്യം കൂടെ പറയണം, കാരണം അവൾക്കും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു DL കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന്. പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് നീ DL തന്നാലല്ലേ എനിക്ക് അവളോട് പറയാൻ പറ്റുള്ളൂ. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ്, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടാണ് എനിക്ക് DL കിട്ടിയതെന്ന്. അതിന് നീ എനിക്ക് തന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് നാളെയെങ്കിൽ നാളെ, അന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു, ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ നീ എനിക്ക് നാളെ എൻ്റെ DL തരണം, എന്നാലേ എനിക്ക് അവളുടെ അടുത്ത് ഇത് പറയാൻ പറ്റത്തുള്ളൂ എന്ന്. ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ എഴുന്നേറ്റപ്പം എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ DL അപ്രൂവ് ആയെന്ന് പറഞ്ഞ്. ഞാൻ അന്ന് തന്നെ അവളുടെ അടുത്ത് മാതാവിനെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് അവളെ ഒത്തിരി ഫോഴ്സ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഒരു അക്രൈസ്തവ സഹോദരി ആയതുകൊണ്ട്. പക്ഷേ ഞാൻ അവളെ കൃപാസനത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു, അവൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവൾക്ക് അതിന് ആഫ്റ്റർ 2 days അവൾക്കും DL കിട്ടി. അത് ഞാൻ പ്രാർത്ഥിച്ച പ്രകാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം DL കിട്ടിയതിന് ശേഷം പിന്നെ ക്യാപ് സീറ്റ് എടുക്കണമായിരുന്നു. ഞാൻ ജനുവരി ഇൻടേക്കിലോട്ടാണ് നോക്കിയിരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഏജൻസിയിൽ ഭയങ്കര ഡിലേ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ ഏജൻസി ചൂസ് ചെയ്യേണ്ടി വന്നു. സോ ഞാൻ വേറെ ഏജൻസി ചൂസ് ചെയ്ത് പോയപ്പോഴത്തേനും ഓൾമോസ്റ്റ് ജനുവരി ഇൻടേക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ബട്ട് ഞാൻ അപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കൃപാസനത്തിൽ വിളിച്ച് ഞാൻ റിക്വസ്റ്റ് പ്രെയർ ചോദിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് പ്രെയർ ചോദിച്ചു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട മോളെ, പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു ക്യാൻസലേഷൻ സീറ്റ്, ക്യാപ് സീറ്റ് ജനുവരി ഇൻടേക്കിലോട്ട് കിട്ടി. അങ്ങനെ ജനുവരി ഇൻടേക്കിലോട്ട് സീറ്റ് കിട്ടി. ജനുവരി 3 ഞാൻ ന്യൂസിലാൻഡിലോട്ടുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഡിസംബർ 10 എൻ്റെ കൂടെ വരുന്ന ഓൾമോസ്റ്റ് 30-35 സ്റ്റുഡൻസിന് വിസ വന്നു. എനിക്ക് മാത്രം വന്നില്ല. ഞാൻ ഖത്തറിൽ നിന്ന് 16 ടോട്ടലി എല്ലാം വിട്ട് 16 നാട്ടിൽ വന്നു. അപ്പോൾ ഇന്ന് വിസ വരും, നാളെ വിസ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. ഈ ഫ്രൈഡേ ആണ് ലാസ്റ്റ് ഡേ. അപ്പോൾ എൻ്റെ ഏജൻസി വിളിച്ച് പറഞ്ഞു, ബിൻസി ഈ വീക്കിൽ വിസ വന്നിട്ടില്ലെങ്കിൽ നിൻ്റെ ക്യാപ്പ് ചിലപ്പോൾ മാർച്ചിലോട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആകെപ്പാടെ വിഷമമായി. ഞാൻ ഓൾറെഡി ഇന്ന് കൃപാസനത്തിൽ വരും, സാക്ഷ്യം വരും, പറയുമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ മിനിഞ്ഞാന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കിടന്നു, മാതാവേ ഞാൻ നാളെ വൈകിട്ട് കൃപാസനത്തിൽ പോവുകയാണ്, എനിക്ക് അമ്മ എന്തായാലും എൻ്റെ വിസ തന്നേ പറ്റൂ, എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ, അമ്മ വിസ തന്നു എന്ന്. അതിന് ഞാൻ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ എനിക്ക് വിസ തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. ഇന്നലെ രാവിലെ എൻ്റെ വിസ വന്നു. ഞാൻ ജനുവരി 3 ന്യൂസിലാൻഡിലോട്ട് പോവുകയാണ്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ 2 മക്കളും ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ പ്ലെയേഴ്സാണ്. അവർ ബഹ്റൈൻ ഇൻ്റർനാഷണൽ, ദുബായ്, അബുദാബി സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ് എല്ലാം കളിക്കുന്ന പ്ലെയേഴ്സാണ്. നോർമലി അവരെല്ലാ കളികളും ജയിക്കാറുണ്ട്. പക്ഷേ കളിച്ച് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് കളികളിൽ ഞാൻ എപ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ കാശുരൂപം ഞാൻ എപ്പോഴും അവരുടെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് വിടാറുള്ളത്. അവരെപ്പോഴും കളിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും, അവരെ ഓരോ സെർവ് ചെയ്യുമ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, ഇളയാൾ 8 വയസ്സേ ഉള്ളൂ, ആൾ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. മൂത്ത ആളുമാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണ് എപ്പോഴും കളിക്കാറ്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിലിട്ടാണ് അവർ കളിക്കുന്ന ഇടയിൽ അത് കുടിക്കും. തൈലം ഞാൻ തേച്ച് കൊടുക്കാറുണ്ട്, കാലിലും കയ്യിലും നെറ്റിയിലൊക്കെ തേച്ചിട്ടാണ് വിടാറ്. അങ്ങനെ ഒരു ദിവസം മൂത്ത മോള് ഒരിക്കലും കളി ജയിച്ചിട്ടില്ലാത്തൊരു കൊച്ച് ഖത്തർ ബാഡ്മിൻ്റൺ അസോസിയേഷൻ്റെ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ എനിക്ക് ആ കളി ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ കൊച്ചായിട്ട് ഇന്ന് വരെ കളിക്കാൻ പറ്റിയിട്ടില്ല മോള്, കാരണം അവളുടെ കാറ്റഗറി ഹയർ ലെവലിലാണ്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഖത്തറിലൊരു ക്രൈസ്തവയായ ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് കിടക്കുവാണ്. എൻ്റെ മനസ്സിൽ ആരോ തോന്നിച്ചു. ഞാൻ ആ പുള്ളിക്കാരിയുടെ അടുത്ത് വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അടുത്ത് അമ്മയുടെ ഉപ്പും തേനും ഉണ്ടായിരുന്നു. ഞാൻ മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ നെറ്റിയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. അവരോട് കൃപാസനത്തിന് തമിഴ് പത്രമെല്ലാം കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് കളിസ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ മോള് ആ കളിയിൽ ജയിച്ചു എന്നാണ്. അത് ഞാൻ ചെയ്ത ആ കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് അമ്മ എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെക്കാത്ത സാക്ഷ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ വെക്കാൻ തന്നെ വിട്ടുപോയി. 2015 എനിക്ക് ഹാർട്ട് പ്രോബ്ലം ഡയഗ്നോസ് ചെയ്തു, മൈട്രൽ വാൽവ് പ്രൊലാപ്സ്. ഞാനൊരു നേഴ്സായതുകൊണ്ടും എനിക്ക് കാർഡിയോളജി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് കുറച്ച് അറിയാവുന്നതുകൊണ്ടും ഞാൻ ഒത്തിരി വറീഡായിരുന്നു. അപ്പോൾ 3rd പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് കുറച്ചൊരു കണ്ടീഷൻ വേഴ്സായി. സിസേറിയനൊന്നും വേണ്ട, നോർമൽ മതിയെന്ന് പറഞ്ഞിട്ടും സിസേറിയൻ മതിയെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ സമ്മതിച്ചില്ല. നോർമൽ ഡെലിവറി ട്രൈ ചെയ്തു. അതിനുശേഷം എൻ്റെ റീഗർജിറ്റേഷൻ കുറച്ച് കൂടി. അങ്ങനെ ലാസ്റ്റ് ഇയർ എക്കോ ചെയ്തപ്പോൾ ഖത്തറിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഇനി 6 മന്ത്സിൽ എക്കോ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും സെയിം ആണെങ്കിൽ വീണ്ടും സർജറി നമുക്ക് ചിന്തിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമായി. അതിനുശേഷം ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എനിക്ക് സൈറ്റ് പൂശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം റിപ്പീറ്റ് എക്കോ 2 ദിവസം മുമ്പ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 2 ഇയർലി എക്കോ ചെയ്ത് നോക്കിയാൽ മതി, മെഡിസിൻ മാത്രം എടുത്താൽ മതി, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനും അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ബ്രദർ അയർലൻഡിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവൻ ഫുട്ബോൾ കളിക്കുമ്പോൾ അവൻ്റെ കാലിൽ പൂട്ട് വെച്ച് ഒരു ഫ്രാക്ചർ ഉണ്ടായി. 3 മാസം അവന് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. ബോൺ ഇങ്ങനെ പുറത്തോട്ട് വന്നു. പക്ഷേ അവർ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല, ഫിസിയോതെറാപ്പി ചെയ്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവന് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ, ബെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നാട്ടിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നില്ല സർജറി വേണം, ഇല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, അല്ലെങ്കിൽ 6 മന്ത്സ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ബട്ട് അവൻ ആകെ 1 ദിവസം മാത്രമേ ഫിസിയോതെറാപ്പിക്ക് പോയുള്ളൂ, അതിനുശേഷം പോയിട്ടില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, നീ മാതാവിൻ്റെ തൈലവും ഉപ്പും വെച്ച് പ്രാർത്ഥിക്ക്, തേൻ കഴിക്ക്, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് നേർന്നു മാതാവിൻ്റെ അടുത്ത്. അതിനുശേഷം 2 ആഴ്ച അത് ചെയ്തേ ഉള്ളൂ. അന്നേരത്തേക്കും അവനൊരു കുഴപ്പമില്ല, അവൻ്റെ കാലിൻ്റെ വേദനയെല്ലാം മാറി. ഒരു സർജറിയുടെ ഒരു റെസ്റ്റിൻ്റെയും ഫർദർ ആവശ്യമായിട്ട് വന്നിട്ടില്ല. അതിന് മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ അടുത്ത സാക്ഷ്യം, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിന് കുറച്ച് ഡിസിഷൻ ലെറ്റർ കിട്ടാൻ വേണ്ടി കുറച്ച് തടസ്സങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും എനിക്കിങ്ങനെയാണ് മാതാവ് തന്ന അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി അവർക്കും ന്യൂസിലാൻഡ് പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റായി കിട്ടി. ന്യൂസിലാൻഡിലോട്ട് മാർച്ചിൽ പോവുകയാണ്. അതിനും അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ OIT എഴുതാൻ വേണ്ടി പോയി മീറ്റ് ചെയ്ത് അവിടെ വെച്ച ഫ്രണ്ടിൻ്റെ അടുത്ത് അവൾ ആ പ്രാവശ്യവും OIT ഫെയിലായി. അപ്പം ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ നിൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞിട്ട് നീ ഉടമ്പടി എടുത്തിട്ടില്ലല്ലോ, നീ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൾ വന്നു പ്രാർത്ഥിച്ചു പോയി, ഉടമ്പടി എടുത്തിട്ടില്ല.
ഇടക്കാണ്ട് വീണ്ടും പോയി 4th ടൈം എക്സാം എഴുതി, അവൾ ഫെയിലായി. അപ്പം ഞാൻ പറഞ്ഞു, നീ പോയി മാതാവിനെ പറ്റിച്ചതുകൊണ്ടല്ലേ, നിനക്ക് ഉടമ്പടി എടുക്കാതെ ഒരിക്കലും OIT കിട്ടത്തില്ല, നീ ഉടമ്പടി എടുത്ത് പാലിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ 5th ടൈം OIT എഴുതുന്നതിന് മുമ്പ് പോയി ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അവൾക്ക് OIT കിട്ടി. അവളിപ്പോൾ UK ഫാമിലിയായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ മെയിൽ ഇവിടെ മോൾക്ക് എറണാകുളത്ത് ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് വന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡായി എനിക്കൊന്ന് വരേണ്ട വന്നു പെട്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള പേപ്പറൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാനിവിടെ പെട്ടെന്ന് രാവിലെ ഞാൻ തിരിച്ചു പോകേണ്ട ഞാൻ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത്, എന്നാൽ ഞാൻ ഇവിടം വരെ വന്നാണല്ലോ, എനിക്ക് പെട്ടെന്ന് ഉടമ്പടി എടുത്തിട്ട് പുതുക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വന്നു. പക്ഷേ എൻ്റെ ആ കയ്യിൽ യെല്ലോ പേപ്പർ ഉണ്ടായില്ല, ഞാൻ ജസ്റ്റ് ഫോട്ടോ കോപ്പി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് അനുവദിച്ചില്ല. സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞാൽ മതി, ടിക്കറ്റ് കാണിച്ചാൽ മതി, അവർ സമ്മതിക്കുമെന്ന്. പക്ഷേ അവിടെ ഇരുന്ന ചേട്ടൻ്റെ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത് നോക്കി, എന്നെ ഒട്ടും സമ്മതിച്ചില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് മാറി കുറേ കരഞ്ഞു, കുറേ സങ്കടം പറഞ്ഞു മാതാവിൻ്റെ അടുത്ത്. ഞാൻ ഇവിടെ വന്നിട്ട് ജപമാല ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധം അനുഭവിക്കാൻ പറ്റി. എൻ്റെ അടുത്ത് ഇങ്ങനെ ആരോ വന്ന് നീ വിഷമിക്കണ്ട എന്ന് പറയുന്ന പോലെ തോന്നി. അപ്പം ഞാൻ വേറെ ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ സുഗന്ധം? അവർ പറഞ്ഞ ആർക്കും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നീ വിഷമിക്കണ്ട, നിനക്ക് പെട്ടെന്ന് തന്നെ ചാൻസ് വരും ഉടമ്പടി പുതുക്കാനെന്ന്. അതിന് ഞാൻ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എപ്പോഴും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ഞാൻ ചെയ്ത് കേൾക്കുമായിരുന്നു. ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്താണെങ്കിലും ഞാനത് ഫുള്ള് കേട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഉടമ്പടി ധ്യാനമാണെങ്കിലും ഒരാഴ്ച പോലും ഞാൻ മിസ് ചെയ്യാറില്ല. പിന്നെ എനിക്കറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും OIT എഴുതുന്ന ബുദ്ധിമുട്ടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഈ സാക്ഷ്യങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ഈവൻ അക്രൈസ്തവരായാൽ പോലും അങ്ങനത്തെ സാക്ഷ്യങ്ങൾ ഞാൻ അവർക്ക് തിരഞ്ഞെടുത്ത് അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവർക്ക് OIT കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞാനിവിടുന്ന് ഇവിടെ കൃപാസനത്തിൽ പുതിയ വസ്ത്രങ്ങളായാലും ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളായാലും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഖത്തറിലായാലും ചാരിറ്റി ബോക്സിൽ ഞാൻ എപ്പോഴും വസ്ത്രങ്ങൾ കൊണ്ടിടാറുണ്ട്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ എപ്പോഴും ഓരോരുത്തർ പറയുമ്പോൾ എല്ലാം അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് എൻ്റെ ഖത്തറിലൊരു ചേച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മോളെ 28 വർഷമായിട്ട് വീൽ ചെയറിൽ കഴിയുന്ന ഒരു ചേട്ടൻ, അവർക്ക് വേറെ വഴിയൊന്നുമില്ല, ഫാമിലിക്ക് അത്ര സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ല, അപ്പോൾ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുമ്പോഴൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സഹായം ഞാൻ ആ ചേട്ടന് അയച്ചു കൊടുത്തു. അതിനുശേഷം എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ആ ചേട്ടൻ്റെ അടുത്ത് തോന്നി. ഞാൻ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം മാസത്തിൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ജപമാല റാണി ആവേ ആവേ